ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്മാർട്ട് പെൻഷൻ എന്ന പ്ലാനാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് വളരെയധികം ആകർഷകമായ ഒരു പ്ലാനാണ്. പ്ലാൻ്റെ നമ്പർ 879. ഇത് ഷെയർ ലിങ്ക്ഡ് പ്ലാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്കീമല്ല. ഇത് LIC ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി നൽകുന്ന പെൻഷൻ എമൗണ്ടുകൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ലഭിക്കും. ഇത് സിംഗിൾ പ്രീമിയം ആണ് ഇതിൻ്റെ സ്കീമിലുള്ളത്. ഒറ്റ തവണയാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത്. ഇതിന് 21 തരത്തിലുള്ള പെൻഷൻ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ചേരുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇതിനകത്ത് ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത് വ്യക്തികൾക്കാണ് ഇതിനകത്ത് ചേരുന്നത്. ഇത് ജോയിൻ്റ് ലൈഫായിട്ടും ചേരാം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ്, ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ഓർ സ്പൗസ്, ഇങ്ങനെയുള്ള പാരൻ്റ് ഇൻ ലോ, ഇത്രയും കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് ജോയിൻ്റായിട്ടും ചേരുന്നതിന് ഉള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സിംഗിൾ പ്രീമിയം ഇമ്മീഡിയറ്റ് ആനുവിറ്റിയാണ് പ്ലാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ പെൻഷൻ്റെ ഈ സ്കീമിൽ ചേർന്ന മന്ത്ലിയാണ് പെൻഷനെങ്കിൽ അടുത്ത മാസം തുടങ്ങി പെൻഷൻ കിട്ടും. ഈ മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം തുടങ്ങി പെൻഷൻ കിട്ടും. ഇതിനകത്ത് നമുക്കിടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉള്ള പ്ലാനുകളുണ്ട്. 21 തരത്തിലുള്ള പ്ലാനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. അതിന് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ സഹായം എന്തായാലും നല്ല പരിചയവും അനുഭവസമ്പത്തും പ്രാഗൽഭ്യവും ടെക്നോളജി സംവിധാനമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഏജൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുവാനും അത് ഗൈഡ് ചെയ്യാനും അതിന് സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് ഒറ്റ തവണയായിട്ടുള്ള പ്രീമിയമാണ്, ഒരു തവണ നമ്മൾ അടയ്ക്കണം. പിന്നെ ഇതിൻ്റെ പെൻഷൻ ലഭിക്കുന്നത് വാർഷികമായിട്ടും ഹാഫ് ഇയർലി ആയിട്ടും ക്വാർട്ടർലി ആയിട്ടും മന്ത്ലി ആയിട്ടും കിട്ടും. ഇതിന് വേറെ ഒരു പ്രത്യേകതയുള്ളത്, ഇത് ഇൻസെൻറ്റീവ് ഓർ ഹയർ പർച്ചേസിന് നമുക്കുണ്ട്, ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും. പിന്നെ ഇൻസെൻറ്റീവ് ഫോർ എക്സിസ്റ്റിംഗ് പോളിസി ഹോൾഡേഴ്സ് ആൻഡ് നോമിനി ബെനിഫിഷ്യറി ഡിസീസ്ഡ് പോളിസി ഹോൾഡേഴ്സ്, അതായത് നമ്മുടെ നിലവിലുള്ള പോളിസി ഹോൾഡേഴ്സിനും കിട്ടും. അതുകൂടാതെ നമ്മൾക്കിടെ ഒരു പോളിസി ഹോൾഡർ മരിച്ചു, അയാളുടെ നോമിനിക്കും ആ സൗകര്യം കിട്ടും. ഇതിനകത്ത് ലിക്വിഡിറ്റി ഓപ്ഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ഓണിറ്റി ഓപ്ഷൻ ഉണ്ട്, അക്കുമുലേഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം തന്നെ നമുക്ക് ധാരാളം സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഈ പോളിസിയിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ലോൺ നമുക്ക് എല്ലാ ഓപ്ഷൻസിനും ഇല്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് സിംഗിൾ ലൈഫിനുള്ള ഓപ്ഷൻസ്, ഓപ്ഷൻ എ ലൈഫ് ഓണിറ്റി, അത് നമ്മുടെ കാലം വരെ നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ B1 ഒരു 5 വർഷം വരെ നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിലും നമുക്ക് പെൻഷൻ കിട്ടും. ഓപ്ഷൻ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെ നമുക്ക് പെൻഷൻ കിട്ടി. നമുക്ക് ഒരു 2 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് 10 വർഷം വരെ ആ ഗ്യാരണ്ടി ആയിട്ടുള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ B3 ഇതേപോലെ തന്നെ 15 വർഷം വരെ പെൻഷൻ നോമിനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഒരു 2 വർഷം കഴിയുമ്പോൾ പെൻഷന് നിക്ഷേപിച്ച ആൾ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി 13 വർഷം വരെ ഈ നോമിനിക്ക് ഈ റേറ്റിൽ തന്നെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 15 വർഷത്തേക്കും അതുപോലെ തന്നെ പെൻഷൻ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ B3 15 വർഷം വരെ അതേപോലെ തന്നെ കിട്ടും. ഓപ്ഷൻ B4 20 വർഷം വരെ ഇതേപോലെ തന്നെ നോമിനിക്ക് പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നോമിനിക്കും 20 വർഷം വരെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും, ഈ റേറ്റ് തന്നെ വെച്ച്. പിന്നെ ഓപ്ഷൻ C1, അതായത് ലൈഫ് ആനുവിറ്റി ഇൻക്രീസിങ് അറ്റ് സിമ്പിൾ റേറ്റിൽ 3% വീതം വെച്ച് എവരി ഇയറിൽ നമുക്ക് 3% പെൻഷൻ വർധന ഉണ്ടായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ച് പലരും ഇന്ന് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് കൂടുതൽ ആവശ്യം വരുമില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ജീവിത നിലവാരം ഉയരും, അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഒരു ഇൻഫ്ലേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 3%
ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സാധിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിത സൗകര്യങ്ങളും ജീവിത നിലവാരങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പൈസയുടെ ആവശ്യങ്ങളും ആശുപത്രി ചിലവുകളും കാര്യങ്ങൾക്കൊക്കെ എല്ലാം വരുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു പെൻഷനിലൊരു വർധനവ് ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് 3% നമുക്ക് ലൈഫ് ലോങ് വരെയും വർദ്ധിച്ച എവരി ഇയറിൽ നമുക്ക് വർദ്ധിച്ച പെൻഷൻ്റെ ഇത് കിട്ടും. പിന്നെ C2 ഈ കണ്ടീഷൻസിൽ തന്നെ നമുക്ക് 6% വീതം വെച്ച് വർധനവ് കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടിയ എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഓപ്ഷൻ ഡി, ലൈഫ് ഓണിറ്റി വിത്ത് റിട്ടേൺ പർച്ചേസസ് പ്രൈസ്. അതായത് നമ്മുടെ മരണം വരെ നമുക്ക് പെൻഷൻ കിട്ടും. നമുക്ക് അത് പർച്ചേസ് നമുക്ക് പിന്നെ നമ്മുടെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ലൈഫ് ഓണിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ്. നമ്മൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും, ഇതുവരെ നമുക്ക് തിരിച്ചു വാങ്ങിക്കാനും പറ്റും. പിന്നെ ഓപ്ഷൻ E1, ലൈഫ് ഓണിറ്റി വിത്ത് 50% റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ് ആഫ്റ്റർ അറ്റൈനിങ് ഏജ് 75 ഇയേഴ്സ്. 75 വയസ്സ് നമ്മൾ പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് 50% നമുക്ക് ഇങ്ങോട്ട് തരുമല്ല LIC. അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തേക്കണപ്പോൾ 1 കോടി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 75 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് 50%, അതായത് 50 ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. ഓപ്ഷൻ E2, 100% നമുക്ക് തിരിച്ചു വരും. ഓണിറ്റി എമൗണ്ട് വിത്ത് 100% റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ് ആഫ്റ്റർ അറ്റൈനിങ് ഏജ് 75. 75ാമത്തെ വയസ്സിൽ 75 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 100% തിരിച്ചു വരുന്ന ഓപ്ഷനാണ് E2. E3, ലൈഫ് ഓണിറ്റി വിത്ത് 50% റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ് ആഫ്റ്റർ അറ്റൈനിങ് ഏജ് 80 ഇയേഴ്സ്. ഈ പറഞ്ഞ 75 വയസ്സിലൊക്കെ നമുക്ക് ഈ പൈസ നമുക്ക് ഫുൾ പ്രൈസ് തന്നു കഴിഞ്ഞാലും നമുക്ക് പെൻഷൻ റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ലൈഫ് ലോങ് വരെയും പെൻഷൻ കിട്ടും. നമുക്കിപ്പോൾ 50% തന്നു 75 വയസ്സിൽ എന്ന് വിചാരിച്ച് നമുക്ക് പെൻഷൻ കിട്ടാതിരിക്കുന്നില്ല. പെൻഷൻ നമ്മുടെ ലൈഫ് ലോങ് വരെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 75 വയസ്സിൽ നമുക്ക് നമ്മുടെ 100% നമുക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാലും നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ E3, ലൈഫ് ഓണിറ്റി വിത്ത് 50% ഓഫ് റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ് ആഫ്റ്റർ അറ്റൈനിങ് 80 ഇയേഴ്സ്. 80ാമത്തെ വയസ്സിൽ നമുക്ക് 50ാമത്തെ വയസ്സിൽ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടും. 50% നമുക്ക് കിട്ടും. 80ാമത്തെ വയസ്സിൽ നമുക്ക് 50% കിട്ടും. അതുപോലെ തന്നെ E4, 80ാമത്തെ വയസ്സിൽ 100%, അതായത് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന മുഴുവൻ തുകയും നമുക്ക് തിരിച്ചു കിട്ടും. E5, ലൈഫ് ഓണിറ്റി വിത്ത് 5% റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ് ഈച്ച് ഇയർ ആഫ്റ്റർ അറ്റൈനിങ് 75 ഇയേഴ്സ് ടു 95. 5% വീതം വെച്ച് നമുക്ക് പെൻഷൻ ലൈഫ് ഓണിറ്റി വിത്ത് 5% റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ്. നമുക്ക് 5% നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ 5% വീതം വെച്ച് നമുക്ക് 76 വയസ്സ് തുടങ്ങി 95 വയസ്സ് വരെ കിട്ടും. ഓപ്ഷൻ 4, ലൈഫ് ഓണിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസസ് പ്രൈസ്. അതായത് നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് എമൗണ്ട് തിരിച്ചു വാങ്ങിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. പിന്നെ ജോയിൻറ്റ് ലൈഫിൽ ഓപ്ഷൻ G1, ജോയിൻറ്റ് ലൈഫ് ഓണിറ്റി വിത്ത് എ പ്രൊവിഷൻ ഓഫ് 50% ഓഫ് ഓണിറ്റി ടു സെക്കൻഡറി ഓണിറ്റൻറ്റ് ഓൺ ഡെത്ത് ഓഫ് പ്രൈമറി ഓണിറ്റൻറ്റ്. 50% വീതം വെച്ച് നമുക്ക് പെൻഷൻ നമുക്ക് പോളിസി ചേർന്നിരിക്കുന്ന പെൻഷൻ ഹോൾഡർക്ക് മരണം വരെയും നമുക്ക് പെൻഷൻ കിട്ടും. ഈ ആൾക്ക് മരണം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോമിനിക്ക്, അതായത് സെക്കൻഡറി ഓണിറ്റൻറ്റ് അടുത്ത സെക്കൻഡറി ഓണിറ്റൻറ്റിന് പെൻഷൻ ഹോൾഡർക്ക് 50% വീതം വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ G2,
join life with ONIT with the provision of 100% ONIT to secondary ONITant on the death of primary ONITant. അതായത് നമ്മുടെ ഫസ്റ്റ് പെൻഷൻ ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സെക്കൻഡ് പെൻഷൻ എലിജിബിൾ പേഴ്സണ് ആപ്ലിക്കൻറ്റിന് 100% വരെയും പെൻഷൻ G2 ഓപ്ഷനിൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഓപ്ഷൻ H1 ജോയിൻറ്റ് ലൈഫ് ഓണിറ്റി ഇൻക്രീസിങ് അറ്റ് സിമ്പിൾ റേറ്റ് ഓഫ് 3% വിത്ത് പ്രൊവിഷൻ ഓഫ് 50% ഓഫ് ഓണിറ്റി ടു സെക്കൻഡറി ഓണിറ്റൻറ്റ് ഓൺ ഡെത്ത് ഓഫ് പ്രൈമറി ഓണിറ്റൻറ്റ്. ഫസ്റ്റ് ഇൻവെസ്റ്റർക്ക് 50% 3% വർധനവ് ഓടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച 3% വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ 50% വീതം വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ H2 ജോയിൻറ്റ് ലൈഫ് ഓണിറ്റി ഇൻക്രീസിങ് അറ്റ് എ സിമ്പിൾ റേറ്റ് ഓഫ് 6% പെർ ആണം വിത്ത് പ്രൊവിഷൻ ഓഫ് 50% ഓഫ് ഓണിറ്റി ടു സെക്കൻഡറി ഓണിറ്റൻ ഓൺ ഡെത്ത് ഓഫ് പ്രൈമറി ഓണിറ്റൻ. അതായത് ആദ്യത്തെ പെൻഷൻ ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ 6% വർദ്ധിപ്പിച്ച പെൻഷൻ്റെ 50% വീതം വെച്ച് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ I1 ജോയിൻറ്റ് ലൈഫ് ഓണിറ്റി ഇൻക്രീസിങ് എ സിമ്പിൾ റേറ്റ് ഓഫ് 3% പെർ ആണം വിത്ത് പ്രൊവിഷൻ ഓഫ് 100% ഓണിറ്റി ടു സെക്കൻഡറി ഓണിറ്റൻ ഓൺ ദി ഡെത്ത് ഓഫ് പ്രൈമറി ഓണിറ്റൻ്റ്. അതായത് പെൻഷൻ ഹോൾഡറെ ആദ്യത്തെ ഫസ്റ്റ് പെൻഷൻ ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ 3% വർധന വീതം വെച്ച് 100% പെൻഷനും ഫുൾ എമൗണ്ട് പെൻഷനും ഈ രണ്ടാമത്തെ ആപ്ലിക്കൻറ്റിന് കിട്ടും. ഓപ്ഷൻ I2 ജോയിൻറ്റ് ലൈഫ് ഓണിറ്റി ഇൻക്രീസിങ് അറ്റ് സിമ്പിൾ റേറ്റ് ഓഫ് 6% വിത്ത് പ്രൊവിഷൻ ഓഫ് 100% ഓണിറ്റി ടു സെക്കൻഡറി ഓണിറ്റൻ ഓൺ ഡെത്ത് ഓഫ് പ്രൈമറി ഓണിറ്റൻ. 6% വീതം വെച്ച് പ്രൈമറി ഓണിറ്റൻറ്റിൻ്റെ വർധനവ് ഉണ്ടായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അതേ റേറ്റ് തന്നെ സെക്കൻഡ് കോ ആപ്ലിക്കൻറ്റിനും കിട്ടും. അതാണ് ഈ ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് വാർദ്ധക്യകാലത്ത് നമുക്ക് ഒരു മുൻകരുതൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം വാർദ്ധക്യകാലം ആസ്വാദികരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും. സന്തോഷപ്രദമായിരിക്കും. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇന്ന് ആധുനിക ചികിത്സാ രീതികളും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആധുനിക ചികിത്സാ രീതിയുണ്ട്, ആധുനികമായ രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഇപ്പോൾ മക്കൾ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ജീവിത ആവശ്യങ്ങളും ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ട്. പുതിയ ആധുനിക സുഖവാസ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ അതിലുള്ള പൈസയും മുടക്കുകയും ചെയ്യണം, അവരുടെ ജീവിതം നടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാര്യങ്ങളോടും ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടൊന്നും വരില്ല. അവരൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളനുസരിച്ച് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. എല്ലാവരുടെ കാര്യമല്ല, എന്നാലും സാധ്യത അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ നല്ല പ്രായത്തിൽ എത്രയും വേഗം അത് ചെയ്തു വയ്ക്കുക. പിന്നെ 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഇത് ചേരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ചേരാം. എൻ്റെ പേര് PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മൊബൈൽ 94 46 21 50 19.